ഇന്ന് 5ാം ക്ലാസ്സിലെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള പുതിയ പുസ്തകമായ സോഷ്യൽ സയൻസ് ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. പീലീസ് വില്ലേജ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. പീലിയുടെ ഗ്രാമം. വളരെ സിമ്പിളായ ഒരു ചാപ്റ്ററാണ്. ഒരു ജേർണി, ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ്. 4 കൂട്ടുകാർ ചേർന്ന് അവരുടെ കൂട്ടുകാരിയായ പീലി എന്ന പെൺകുട്ടിയുടെ ഗ്രാമത്തിലേക്ക്, അവളുടെ വീട്ടിലേക്ക് അവൾ ഇൻവൈറ്റ് ചെയ്തതനുസരിച്ച് ഇവർ സമ്മർ വെക്കേഷന് പോവുകയാണ്. അപ്പോൾ ആ ഗ്രാമത്തിലെ കാഴ്ചകളെക്കുറിച്ചും ഇവരുടെ മനസ്സിൽ ഇവരുടെ ധാരണ എല്ലാം മാറ്റിമറിക്കപ്പെടുകയാണ് ആ യാത്രയിലൂടെ. ഇവർ കരുതിയിരുന്നത് ഇവർക്ക് ഇവരുടെ വീട്ടിൽ മാത്രമേ ഇവർക്ക് സന്തോഷം കിട്ടൂ എന്നുള്ളതായിരുന്നു. പക്ഷേ പീലിയുടെ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി എല്ലായിടത്തും സന്തോഷമുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടി. അങ്ങനെ ഇവർ സന്തോഷത്തോടു കൂടി തിരിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പീലിയുടെ കൂട്ടുകാരായ നീനു, അപ്പു, വിക്കി, ചമേലി. നീനു, അപ്പു, വിക്കി, ചമേലി. ഇവർ 4 പേരും ചേർന്നാണ് പീലിയുടെ വീട്ടിലേക്ക് യാത്ര പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ യാത്ര പോകാൻ. അപ്പോൾ ഇവരങ്ങനെ യാത്ര പോകാൻ ഒരുങ്ങുകയാണ്. യാത്രയ്ക്ക് മുമ്പ് ഒന്ന് പരസ്പരം പരിചയപ്പെടാം. അതായത് നമ്മളും അവരുടെ കൂട്ടത്തിൽ ചേരണം. നമ്മൾ അവരിൽ ഒരാളായിട്ട്, ഇവർ 4 പേരിൽ ഒരാളായി നമ്മളും ചേരണം. അങ്ങനെ 5ാമത്തെ ആളാണ് നമ്മൾ. അപ്പോൾ യാത്രയ്ക്ക് മുമ്പൊന്ന് നമുക്ക് പരസ്പരം പരിചയപ്പെടാം. നീനു അവളെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്ക് ഒരു അനിയൻ കൂടിയുണ്ട്. ഈ നീനു എന്ന പെൺകുട്ടി വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ അവൾക്ക് നടക്കാൻ കഴിയില്ലായിരിക്കാം. അപ്പോൾ നീനു പറയുന്നത് എന്താണ്? അവൾ നഗരത്തോട് ചേർന്ന്, സിറ്റിയോട് ചേർന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് അവൾ താമസിക്കുന്നത്. അവൾക്കൊരു അനിയനും ഉണ്ട് എന്ന് പറയുന്നു. അടുത്ത കുട്ടി അപ്പു. അപ്പു പറയുന്നു, എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. അപ്പം അപ്പു എന്താ പറയുന്നത്? അപ്പു താമസിക്കുന്നത് നഗരത്തിലെ ഒരു ചേരിയിലാണ്. ചേരി പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, ആളുകൾ തിങ്ങി പാർത്ത് കിടക്കുന്ന ഇടങ്ങളാണ് ചേരികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ അമ്മ ഒരു ടെക്സ്റ്റൈൽ മിൽ വർക്കറാണ്, ഒരു തുണിമിൽ തൊഴിലാളിയാണ്. അടുത്ത ആൾ, എൻ്റെ പേര് വിക്കി. വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. വിക്കി എന്താണ് പറയുന്നത്? നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഈ വിക്കി താമസിക്കുന്നത്. അവൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. അമ്മയാണെങ്കിൽ സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുമുണ്ട്. അടുത്ത കുട്ടി, ഞാൻ ചമേലി. ഞങ്ങൾ അസം സ്വദേശികളാണ്. ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ചമേലി എന്നൊരു പെൺകുട്ടിയും അവൾ പറയുന്നു അവൾ അസം സ്വദേശിയാണ്. അവൾ മായും പാപ്പയും വർഷങ്ങളായി, അവളുടെ മാ എന്ന് പറഞ്ഞാൽ അവളുടെ അമ്മയും അവളുടെ പാപ്പയും അവർ വർഷങ്ങളായിട്ട് കേരളത്തിലാണ് താമസിക്കുന്നത്. 5 വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടി കേരളത്തിൽ വന്നത്. ഈ നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്നുണ്ടല്ലേ. ഈ അതിഥി തൊഴിലാളികളൊക്കെ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഈ ചമേലിയും താമസിക്കുന്നത്. അപ്പോൾ ഇവർ 4 പേരും 4 സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ് അല്ലേ. നീനു വന്നത്, അപ്പു, വിക്കി, ചമേലി, ഇവരെല്ലാം 4 പേരും 4 സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇനി അടുത്തതായിട്ട് കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ച് ചേർത്ത് സ്വയം പരിചയപ്പെടുത്തൂ. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളെ തന്നെ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ സ്വയം പരിചയപ്പെടുത്തുക.
കുറച്ച് സെൻറ്റൻസ് എഴുതുക, പേര് എഴുതുക, സ്ഥലം എഴുതുക, അച്ഛൻ്റെ അമ്മയുടെ ജോലി എഴുതുക. അത്രയും ഇവർ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ നിങ്ങളും സെൽഫായിട്ട് എഴുതുക. ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താഴെ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. അപ്പോൾ മാമെന്നും പാപ്പ എന്നുമാണ് ചമേലി അച്ഛനെയും അമ്മയെയും വിളിക്കുന്നത്. ഒരുപാട് അതിഥി തൊഴിലാളികളുടെ മക്കൾ ഇവിടെ കേരളത്തിൽ വന്ന് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തുക. പിന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചെലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് നിങ്ങൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. അപ്പോൾ ടീച്ചറുടെ സഹായവും ഇതിൻ്റെ ഒപ്പം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ തയ്യാറാക്കുക. അടുത്തത് യാത്രയ്ക്കൊരുങ്ങാം. ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ്. അങ്ങനെ ഈ 4 പേരും കൂടെ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഇവർ പരസ്പരം സംസാരിക്കുകയാണ്. എന്താണ് അവർ സംസാരിക്കുന്നത്? നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വീൽചെയറിലിരിക്കുന്ന നീനു പറയുകയാണ്. നീനു എന്താ പറയുന്നത്? ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു യാത്രയാണ്. വീട്ടിൽ നിന്നൊന്നും സമ്മതിച്ചു കിട്ടാൻ ഒത്തിരി പാടുപെട്ടു. എല്ലായിടത്തും നീനുവിന് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. കാരണം നീനു വീൽചെയറിലാണ്. ആരുടെ സഹായമില്ലാതെ നീനുവിന് പോകുവാൻ കഴിയില്ല. അപ്പോൾ വിക്കി പറയുകയാണ്, പപ്പായും മമ്മിയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിക്കി എന്താ പറയുന്നത്? വിക്കീനെ എങ്ങും തന്നെ വിടാറില്ല പപ്പയും മമ്മിയും. അപ്പോൾ സമ്മതം കിട്ടാൻ വേണ്ടി വിക്കി ഒരുപാട് കരഞ്ഞ് കാലൊക്കെ പിടിച്ചു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണെന്ന് അറിയാം. അതായത് ഈ നീനുവും ചമേലിയും അപ്പുവും ഒക്കെയാണ് ഈ വിക്കിയുടെ കൂട്ടുകാരെന്ന് അവർക്കറിയാം. അതുകൊണ്ട് മാത്രം അവർ സമ്മതിച്ചു. മമ്മിയും പപ്പയും സമ്മതിച്ചു. പിന്നെ എന്താ മമ്മി പറഞ്ഞു വിട്ടെ? അവിടെ പോയി ഒന്നും കഴിക്കരുത്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്നും കൂടി മമ്മി പറഞ്ഞു വിട്ടു. അപ്പോൾ ചമേലി പറയുകയാണ്, ഞാൻ എവിടെ പോയാലും മായ്ക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. ചമേലി എന്താ പറയുന്നത്? മായ്ക്ക് പേടിയാണ് എവിടെ പോയാലും. അമ്മയ്ക്ക് പേടിയാണ്. കാരണം എന്താ? ഈ നാട്ടിലുള്ളവരൊക്കെ ഇവരോട് വളരെ അകൽച്ചയോട് കൂടിയാണ് അല്ലേ? ഈ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ആദ്യം ഭായിമാർ എന്നും വിളിക്കും അവരെ. അവരോടൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് നമ്മൾ കേരളീയർ പെരുമാറുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് പേടിയാണ്. എല്ലാവരും അകൽച്ച കാണിക്കുന്നു. അപ്പോൾ ചമേലി ഒറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് പേടിയാണ്. അപ്പോൾ പീലി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താ ഉറപ്പ് പറഞ്ഞത്? പീലിയുടെ നാട്ടിൽ ആരും ഇവളോട് അകൽച്ച കാണിക്കില്ല. അങ്ങനെ ഒരു ഉറപ്പ് പീലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പു എന്താണ് പറയുന്നത്? അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഇരുന്ന് പറയാണ്, എൻ്റെ അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും. അപ്പൂന് അതാണൊരു വിഷമം. വേറെ ആരും അപ്പൂനില്ല വീട്ടിൽ. അമ്മയും അപ്പവും മാത്രമേ ഉള്ളൂ. അമ്മ ഒറ്റയ്ക്കാവുന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഒരു ദിവസത്തെ യാത്രയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു പകലും ഒരു രാത്രിയും. അപ്പോൾ നിങ്ങളും ഇവർക്കൊപ്പം യാത്ര ചെയ്യുക.
ഇവരുടെ ആശങ്കകൾ നിങ്ങൾക്കും ഉണ്ടാകും അല്ലേ? ഇവരുടെ ആശങ്കകൾ നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെയായിരിക്കാം നിങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത്? നിങ്ങളുടെ തോട്ട്സ്, ചിന്തകൾ എഴുതുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് താഴെ നിങ്ങളുടെ പടം വരയ്ക്കണം, ചിത്രം വരയ്ക്കണം. എന്നിട്ട് എന്തൊക്കെ കൺസേൺ ആണ് നിങ്ങൾക്കുണ്ടാവുന്നത് ഒരു യാത്ര പോകാൻ നേരത്ത് അല്ലേ? ഒരു യാത്ര പോകാൻ നേരത്ത് നമുക്ക് പലവിധ ബുദ്ധിമുട്ടുകളും, അതായത് നമ്മൾ ചെല്ലുന്നവിടെ എങ്ങനെയുള്ള ആളുകളായിരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് നല്ല താമസ സ്ഥലം കിട്ടുമോ, അവിടുത്തെ ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് ഒരു മനസ്സിലൊരു ആശങ്കയൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ആശങ്കകൾ എന്തൊക്കെയാണെന്നും ചിന്തകളും എഴുതണം. പിന്നെ താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഇവർ വന്നത് അല്ലേ? 4 പേര്, ഈ 5 പേരും, പേര് ഉൾപ്പെടെ ഈ 5 പേരും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. പേരിയുടെ കാര്യം നമ്മൾ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. ഈ 4 പേര്, നിലവിലുള്ള 4 പേരും അങ്ങനെ ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇവരെങ്ങനെയായിരിക്കാം സുഹൃത്തുക്കളാവാൻ ഇടയായത്? ഈ 4 പേര് എങ്ങനെയായിരിക്കാം ആത്മാർത്ഥ സുഹൃത്തുക്കളായത്? അപ്പം നിങ്ങളത് ആ ഒരു സാഹചര്യം ഇമാജിൻ ചെയ്തിട്ട് ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കൂ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇവരെങ്ങനെയായിരിക്കാം ഇത്ര തിക് ഫ്രണ്ട്സ് ആയത്. നിങ്ങൾക്കുണ്ടല്ലോ ഫ്രണ്ട്സ്, നിങ്ങളെങ്ങനെയായിരിക്കാം ഫ്രണ്ട്സ് ആയതെന്ന് ആലോചിച്ചിട്ട് ഇവർ ഫ്രണ്ട്സായ കാര്യം ആലോചിക്കുക. എന്നിട്ട് ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കുക. അപ്പോൾ യാത്ര തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ചില തയ്യാറെടുപ്പുകൾ നടത്തണം. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ യാത്രയ്ക്കൊരുക്കുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ? ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവർ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണെന്നൊക്കെ അനുസരിച്ച് ഒരു മാനസികമായ ഒരുക്കങ്ങളൊക്കെ നടത്തണം. ബാഗ് കൊണ്ടുപോകണം അതിൻ്റെ ഒപ്പം അല്ലേ? അപ്പോൾ ഇവരുടെ ബാഗിൽ എന്തൊക്കെയാണെന്ന്, ചമേലിയുടെ ബാഗാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ചമേലിയുടെ ബാഗിൽ എന്താണ്? ബ്രഷുണ്ട്, പിന്നെ എന്താണ്, സോപ്പുണ്ട്, അങ്ങനെ കുറച്ച് തിങ്സ് ഉണ്ട്. ഇനി അടുത്ത ആളുടെ ബാഗിൽ പിന്നെ ചമേലി ചിന്തിക്കുന്നുണ്ട്, മറ്റുള്ളവർ മാറ്റി നിർത്തുമോ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമോ മറ്റുള്ളവർ, ചമേലിയെ മാറ്റി നിർത്തുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം അവളൊരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയാണ്. പിന്നെ അടുത്ത ആൾ അപ്പുവിൻ്റെ ബാഗിൽ ഒരു ബനിയനുണ്ട്, ഒരു പമ്പരമുണ്ട്. പിന്നെ അമ്മ ഒറ്റയ്ക്കാകുമോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നീനുവിൻ്റെ ബാഗിൽ ബുക്കുണ്ട്, പേനയുണ്ട്, ബ്രഷുണ്ട്, സോപ്പുണ്ട്. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് എല്ലായിടത്തും പോകാനാകുമോ എന്നാണ്. കാരണം അവൾ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും പോകാനാകുമോ എന്ന് അവൾ ചിന്തിക്കുന്നു. അടുത്തത് വിക്കി ചിന്തിക്കുന്നത് നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ എന്നാണ് വിക്കി ചിന്തിക്കുന്നത്. വിക്കിയുടെ ബാഗിലുമുണ്ട് കുറച്ച് കളിക്കുന്ന സാധനങ്ങൾ, മൊബൈൽ ഫോണുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വിക്കിയുടെ ബാഗിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ യാത്രയ്ക്കായി പുറപ്പെടുന്നതിന് മുമ്പ് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ ബാഗിൽ വയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ തിങ്സ് വയ്ക്കും എന്നുള്ളത് എഴുതി വയ്ക്കുക. പിന്നെ നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയാണെന്നും എഴുതി വയ്ക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ബാഗിൽ എന്തൊക്കെ സാധനങ്ങൾ വയ്ക്കാം, എന്തൊക്കെ നിങ്ങൾ ചിന്തിക്കാം എന്നുള്ളത് എഴുതി വയ്ക്കുക. അങ്ങനെ ടു പീലീസ് വില്ലേജ്, പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവർ 4 പേരും ചേർന്ന് ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ, ഒരു ട്രാവൽ സോങ് പാടിയാലോ എന്ന് പറയുകയാണ് നീനു. അപ്പോൾ വിക്കി, ഒന്നാം മലയിൽ കയറണ്ടേ, അവിടുന്ന് തലകുത്തി മറിയണ്ടേ, അങ്ങനെയൊക്കെ ഒരു പാട്ടൊക്കെ പാടി അവർ പോവുകയാണ്. അപ്പോൾ യാത്രാഗാനങ്ങൾ, ട്രാവൽ സോങ്ങൊക്കെ നിങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അത് കളക്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ട്രാവൽ സോങ് ഇവിടെ എഴുതി ചേർക്കുക. പീലീസ് വില്ലേജിലേക്ക് അവർ അങ്ങനെ എത്തിച്ചേർന്നു. പീലിയുടെ വില്ലേജിലേക്ക് എത്തിച്ചേർന്നു. ഹായ്, അതാ പീലിയുടെ ഗ്രാമം.
അപ്പു പറയുകയാണ് ദൂരെ നിന്ന്, അതാ പീലിയുടെ ഗ്രാമം, അതാ പീലി. അപ്പം പീലി അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവരെന്താണ് വരാത്തതെന്ന് ചിന്തിച്ച് പീലി നിൽക്കുകയാണ്. അവൾ ചോദിക്കുകയാണ്, എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു, എന്താ അത്ര വൈകിയത്? അപ്പോൾ ഞാൻ എത്ര നേരം ഇവിടെ കാത്തു നിൽക്കുന്നു, എന്താ അത്ര വൈകിയത്? അപ്പോൾ പീലിക്കുള്ള മറുപടി എഴുതി ചേർക്കുക. അവരെന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? ഒന്നാമത് അവർ നടന്നാണ് വന്നത് അല്ലേ. നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലേറ്റാവും. പോകുന്ന വഴി കുറച്ചൊക്കെ വിശ്രമിച്ചിട്ടുണ്ടാവാം, നടന്ന് ക്ഷീണിച്ചപ്പോൾ. ചിലപ്പോൾ വഴി തെറ്റിപ്പോയിട്ടുണ്ടാവാം, വഴി ചോദിച്ചിട്ടുണ്ടാവാം ആരോടെങ്കിലും. അപ്പോൾ ആ മറുപടികളൊക്കെ നിങ്ങൾ എഴുതി ചേർക്കുക. അങ്ങനെ പീലി അവരെ കൊണ്ട് പോവുകയാണ്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. പിന്നെ പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതുക. പിന്നെ പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാ ചിത്രം നോട്ട് ബുക്കിൽ വരച്ചു നോക്കണം. അപ്പോൾ പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തൊക്കെയായിരിക്കാം നമ്മൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾക്കൊരു സങ്കല്പം ഉണ്ടാകുമല്ലോ, പീലിയുടെ ഗ്രാമം ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ. അതൊക്കെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഭാവനയിൽ തോന്നുന്നത് അത് എഴുതി വയ്ക്കുക. പിന്നെ അങ്ങനെ വീട്ടിലെത്തി പീലി അമ്മയെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് എൻ്റെ അമ്മ. അമ്മ പറയുന്നു, എല്ലാവരും വരൂ, ഒത്തിരി നടന്ന് ക്ഷീണിച്ച് കാണും അല്ലേ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ, ഒരാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായി പറയും അല്ലേ, വരൂ, കയറി ഇരിക്കൂ, എന്തെങ്കിലുമൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കാം എന്നൊക്കെ പറയാം അല്ലേ. പീലിയുടെ അമ്മയും ഞങ്ങൾ ക്ഷീണിച്ച് വന്നതല്ലേ, വരൂ ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ വിക്കി എന്താ പറയുന്നത്? വിക്കിയുടെ അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്താ? ഒന്നും അവിടെ ചെന്നിട്ട് അവിടുത്തെ വീട്ടിൽ നിന്നൊന്നും കഴിക്കരുതെന്ന് അല്ലേ. ചില അമ്മമാർ പറയും, പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കഴിക്കരുത്. അതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ വിക്കി, എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാനത് കഴിച്ചോളാം. വിക്കി പറയുന്നത് എന്താ? എനിക്ക് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, എനിക്കൊന്നും വേണ്ട. അപ്പോൾ പീലി പറയാണ്, പിന്നെ അവൻ്റെ ഒരു ജാട. അപ്പോൾ അമ്മ പറയുകയാണ്, അതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിൽ ഉണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും. പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനുമൊക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻകറി ഉണ്ടാക്കിയത്. അപ്പം അമ്മ വളരെ സ്നേഹപൂർവ്വം പറയുകയാണ്, മോനതൊക്കെ മാറ്റി വയ്ക്കുക, എന്നും അത് തന്നെയല്ലേ കഴിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ വയലിൽ കൃഷി ചെയ്ത നെല്ല് കുത്തിയ അരിയാണ് എടുക്കുന്നത് ചോറ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ കപ്പ, അതൊക്കെ അവിടെ കൃഷി ചെയ്യുന്നതാണ്. പിന്നെ പുഴയിലെ മീൻ, ഇതൊക്കെ പീലിയുടെ അച്ഛൻ പുഴയിലെ മീൻ പിടിച്ചുകൊണ്ട് വന്ന് കറിയും കൂടെ വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. കേട്ടിട്ട് കൊതിയാവുന്നു അല്ലേ. പിന്നെ അപ്പോൾ വിക്കി അങ്ങനെ കഴിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത്. അപ്പോൾ ആ വിക്കി പറയാ, ഞാൻ ആദ്യമായിട്ട് ഇത്രയും ടേസ്റ്റിൽ, ഇത്രയും രുചിയിൽ, ഇത്രയും ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ആഹാരമൊന്നുമല്ല. കാരണം എന്തായിരിക്കാം? അവനൊരു സിറ്റിയിൽ വളരുന്ന കുട്ടിയാണ്. അവൻ്റെ അമ്മയും അച്ഛനും തിരക്കുള്ള ബിസിനസ്സുകാരാണ്. വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. ചിലപ്പോൾ എല്ലാം കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതായിരിക്കാം, വരുത്തി കഴിക്കുന്നതായിരിക്കാം. ഇപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് ആഹാരമൊക്കെ വീട്ടിലേക്ക് വരുത്തി കഴിക്കാം അല്ലേ. പിസ്സ, ബർഗർ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കാം ഈ വിക്കി കഴിക്കുന്നത്. അപ്പം അപ്പു പറയാണ്, പീലി വളരെ നന്നായിട്ടുണ്ട്, എന്ത് നല്ല രുചിയാണ്, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഈ കപ്പയും മീനും ഒക്കെ അങ്ങോട്ട് കഴിച്ചിട്ട് അപ്പു പറയാം, എന്ത് ടേസ്റ്റാ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാമോ? പീലി പറയുകയാണ്, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അപ്പോൾ അമ്മ പറയുകയാണ്, അച്ഛൻ വയലിലുണ്ടാവും, അങ്ങോട്ട് പൊയ്ക്കോളൂ, ഗ്രാമവും കാണാമല്ലോ. അപ്പോൾ അമ്മ പറയുകയാണ്, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ അച്ഛൻ്റെ അടുത്തേക്ക്. അച്ഛനവിടെ വയലിൽ പാടത്ത് കൃഷിയിടത്തിൽ ഉണ്ടാകും. അപ്പോൾ അച്ഛനോട് നിങ്ങളെല്ലാം ചോദിച്ചോ, പിന്നെയോ നിങ്ങൾക്ക് ഗ്രാമവും ചുറ്റിക്കറങ്ങി കാണാം. അങ്ങനെ അവർ പീലിയുടെ അച്ഛനെ കാണാൻ പോയി. പീലിയുടെ അച്ഛനോട് ഒരു ചോദ്യമുണ്ടതിൽ. പീലിയുടെ അച്ഛനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണം, ഒരു അഭിമുഖം ചെയ്യണം. അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കണം. എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കാം ഇവർ ചോദിച്ചിട്ടുണ്ടാവുക പീലിയുടെ അച്ഛനോട്?
എന്നും അച്ഛൻ എത്ര വയസ്സ് മുതലാണ് ഈ കൃഷി തുടങ്ങിയത് അല്ലേ? അച്ഛൻ എന്തൊക്കെ കൃഷികൾ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഈ കൃഷിയൊക്കെ പഠിച്ചത്, ആരിൽ നിന്നാണ് പഠിച്ചത്, എന്തൊക്കെ വളങ്ങളാണ് ചേർക്കുന്നത്, ഈ നെല്ലൊക്കെ മൂത്ത് പാകമാവാൻ എത്ര നാൾ വേണം, അല്ലെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ എത്ര രുചിയാണ്, എങ്ങനെയാണ് ഇത്ര ടേസ്റ്റ് വരുന്നത്, അപ്പോൾ ഇതിന് നമ്മുടെ ജൈവവളമാണോ ചേർക്കുന്നത്, അതൊക്കെ സയൻസിലെ ക്വസ്റ്റ്യനാണ്, വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം, ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ അച്ഛനുണ്ടാക്കിയ മീൻകറി എങ്ങനെയാണ്, എത്ര ടേസ്റ്റായിരുന്നു മീൻകറിക്ക് എന്നൊക്കെ, അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതൊക്കെ ഇവർ ചോദിച്ചു കാണും അല്ലേ? അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നു, താഴെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് അച്ഛൻ പറയുന്നു. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നു, അതിനൊക്കെ അച്ഛൻ ഉത്തരം പറഞ്ഞു കാണും. ചോദിക്കാനിടയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കുക. സിമ്പിളാണ്. അപ്പോൾ നീനു പറയുകയാണ്, കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. താഴെ ബോക്സിൽ കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡിഷൊക്കെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടു കൂടി. അപ്പോൾ മുതിർന്നവരുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യണം? എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ടത് ക്ലാസ്സിൽ കൊണ്ടുവരിക, എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുക. ചെയ്യാൻ പാടില്ലേ? അടുത്തതായിട്ട് കുട്ടികൾ സംസാരിക്കുകയാണ്. എനിക്ക് ഇവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, വിക്കി പറയുകയാണ്. പക്ഷേ അങ്കിൾ, എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും പീലി? ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? വിക്കി പറയാം. വിക്കി നഗരത്തിൽ വളരുന്ന കുട്ടിയാണ് അല്ലേ, അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന കുട്ടിയാണ്. അവൻ പറയുന്നത് എന്താ, എനിക്ക് ഇവിടെ ഗ്രാമമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ സംശയം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? നെറ്റില്ല, റേഞ്ചില്ല, വൈഫൈ ഇതൊന്നുമില്ല, ഒരു ഗെയിം കളിക്കാൻ കഴിയില്ല. അപ്പോൾ വിക്കി എന്തായിരിക്കാം വിക്കിയുടെ വീട്ടിൽ ചെയ്യുന്നത്? വിക്കി എപ്പോഴും ഈ മൊബൈലെടുത്ത് ഗെയിം കളി ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഗെയിമൊന്നുമില്ലാതെ നീ എങ്ങനെയാണ് പീലി സന്തോഷിക്കുന്നത്? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യം ചെയ്യാമായിരുന്നു? അപ്പോൾ അപ്പു പറയുകയാണ്, നഗരത്തെക്കാൾ രസം ഇവിടെയാണെന്നാ എനിക്ക് തോന്നണേ. അപ്പോൾ നഗരത്തെക്കാൾ രസം, അപ്പു നഗരത്തിലൊരു ചേരിയിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അവൻ പറയുന്നു, നഗരത്തെക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവർ രണ്ട് പേര് നഗരത്തിൽ താമസിക്കുന്നവരാണ് അല്ലേ, അപ്പുവും വിക്കിയും. അപ്പോൾ എന്തുകൊണ്ടാവാം ഇവർ ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ പറഞ്ഞത്, ഒരു വ്യത്യസ്ത അഭിപ്രായം പറയാൻ കാരണം എന്തായിരിക്കാം? എന്തായിരിക്കാം? വിക്കി അത്യാവശ്യം ഫിനാൻഷ്യൽ കണ്ടീഷനൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. പക്ഷെ അപ്പു ചേരി പ്രദേശത്ത് താമസിക്കുന്ന കുട്ടിയാണ്. അവന് കളിക്കാനായിട്ട് അവിടെ വേറെ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ വീട് അല്ലെങ്കിൽ ഒരു ചെറിയ കുടിലായിരിക്കാം. അവനും അമ്മയും മാത്രമേ ഉള്ളൂ. കളിക്കാൻ ഒരു പക്ഷേ കൂട്ടുകാരുണ്ടാവില്ല, കളിസ്ഥലങ്ങളുണ്ടാവില്ല. പക്ഷേ വിക്കി ആണെങ്കിൽ ഒരു പക്ഷേ ഒരു മുറിയിൽ തന്നെയാണ് കഴിയുക എന്നുണ്ടെങ്കിലും അവൻ ഈ ഗെയിമൊക്കെ കളിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അവന് വേറെ ഒന്നും വേണ്ട, ഒരു പക്ഷേ മൊബൈൽ ഗെയിമോ അങ്ങനെയുള്ള ഗെയിമോ ഒക്കെ മതിയായിരിക്കാം അവന്. അതുകൊണ്ടായിരിക്കും ഇവർ രണ്ടുപേര് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ കാരണം. അപ്പോൾ പീലിയുടെ അച്ഛൻ പറയുകയാണ്, ഇവിടെയും പലതരം കളികളുണ്ട്. ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ചുല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. വരൂ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇവിടെയുണ്ട് വിവിധതരം കളികളൊക്കെ. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. വരൂ, പീലിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കും കണ്ടുവരാം. അപ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അതായത് ഇതുവരെയുള്ള, ഇപ്പോൾ നിങ്ങൾ 5ാം ക്ലാസ്സിലാണ് ആയിട്ടുള്ളൂ എങ്കിലും എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് സന്തോഷമുണ്ടാവുക, എന്തൊക്കെ ലഭിച്ചാലാണ് സന്തോഷമുണ്ടാവുക എന്ന് നിങ്ങൾ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കും. ഒരു സെൽഫി വീഡിയോ നിങ്ങൾ സ്വയം ചിത്രീകരിക്കുക മൊബൈലിൽ. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് സന്തോഷം ഉണ്ടാകുന്നത്, എന്തൊക്കെ കിട്ടിയാലാണ് സന്തോഷമാകുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ തയ്യാറാക്കുക. പിന്നെ ഗ്രാമ ഭംഗി, ഈ വില്ലേജിലെ ഈ ബ്യൂട്ടിഫുൾ വില്ലേജ്
അങ്ങനെ അവർ നടക്കുകയാണ് ഈ ഗ്രാമം കാണാനായിട്ട്. എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമമെന്ന് കണ്ടറിയൂ. ഇവരാദ്യം പോകുന്നത് ആഴ്ച ചന്തയിലാണ്, അതായത് വീക്കിലി മാർക്കറ്റ്. ആഴ്ചയിലുള്ള ഒരു മാർക്കറ്റാണത്. അപ്പോൾ പീലിയുടെ അച്ഛൻ പറയുകയാണ്, ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. അപ്പോൾ ടു ബൈ ആൻഡ് സെൽ അല്ലേ, ബൈ ആൻഡ് സെൽ, സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും. അതായത് ആ ലൊക്കാലിറ്റിയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ, ആ പ്രദേശത്തുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇവർ ഈ വീക്കിലി മാർക്കറ്റിൽ വന്നാണ് വാങ്ങുന്നത് വിൽക്കുന്നതും. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഈ വീക്കിലി മാർക്കറ്റിൽ വന്നാണ് വാങ്ങുന്നതും വിൽക്കുന്നതും എന്ന് പീലിയുടെ അച്ഛൻ പറയുന്നു. അങ്ങനെ അവർക്ക് ആ ചന്ത, ആ മാർക്കറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. ചിത്രമൊക്കെ നിരീക്ഷിക്കുക. പിന്നെ ഇനി അടുത്ത അതിൽ ചോദ്യമുള്ളത്, നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയുള്ള മാർക്കറ്റൊക്കെ ഉണ്ടോ, സ്ഥിരം ചന്തകളുണ്ടോ, ഈവനിങ് മാർക്കറ്റുണ്ടോ? ഇതൊക്കെ ഉണ്ടാകുമല്ലോ. ഉണ്ടെങ്കിൽ മുതിർന്നവരോടൊപ്പം സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകളൊക്കെ എങ്ങനെയാണെന്നൊരു കുറിപ്പ് തയ്യാറാക്കണം. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള മാർക്കറ്റൊക്കെ സന്ദർശിച്ച് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ഒരു കുറിപ്പ് തയ്യാറാക്കണം. പിന്നെ അങ്ങനെ അവർ നടക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ പീലിയുടെ അച്ഛൻ അവർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളും സമ്മാനിച്ചു. അപ്പോൾ ആ ചന്തയിൽ നിന്ന് വാങ്ങിയ വസ്ത്രങ്ങളാവാം, ഓലത്തൊപ്പി കുട്ടയൊക്കെ അച്ഛനുണ്ടാക്കിയത് ആവാം. അങ്ങനെ ആ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. നിങ്ങൾക്ക് ഓല കടലാസ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളത് ഉണ്ടാക്കി നിങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരിക. പിന്നെ ചെല്ലുന്നത് എങ്ങോട്ടാണ്? ഒരു കുളത്തിലേക്കാണ്, ഒരു പോണ്ടിലേക്കാണ്. അപ്പോൾ നല്ല മനോഹരമായ ഒരു കുളം, ഒരുപാട് കുട്ടികൾ അവിടെ നീന്തി തിമിർക്കുകയാണ്. അപ്പോൾ പീലി പറയുകയാണ്, ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരുമെല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇതുപോലെ ഒരുപാട് കുളങ്ങളുണ്ട്, ഞാനും കൂട്ടുകാരുമൊക്കെ ഈ കുളങ്ങളിലാണ് നീന്താൻ പഠിച്ചത്. അപ്പോൾ നീനു പറയുകയാണ്, നീനു വീൽ ചെയറിലിരിക്കുന്ന കുട്ടിയാണ്. അവൾ പറയുകയാണ്, ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണ്. നീനു പറയുക, നീനുവിന് ഓടാനോ ചാടാനോ നടക്കാനോ അല്ലെങ്കിൽ നീന്താനോ ഒന്നും കഴിയില്ല. പക്ഷെ നീനു പറയുന്നത് എന്താ? ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്തൊരു സന്തോഷമാണ്. നിങ്ങളും ഹാപ്പി അല്ലേ? അപ്പോൾ അടുത്തതായിട്ട് ഇവർ പോകുന്നത് കാളപൂട്ട് മത്സരങ്ങൾ നടക്കുന്ന വയൽ കാണാനാണ്. കൊയ്ത്തിന് ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപൂട്ട് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവിടെ കാളപൂട്ട് മത്സരം നടക്കുന്നത് കാണുവാൻ വേണ്ടി പോകുന്നു. ഹാർവെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം, കൊയ്ത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം, വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വിളയിറക്കുന്നതിനായി ഈ വയലൊക്കെ ഇങ്ങനെ പ്ലഫ് ചെയ്തിട്ടുണ്ടാവും, ഉഴുതു മറിച്ചിട്ടുണ്ടാവും. അവിടെയാണ് ഇങ്ങനെ ഈ ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ കാളപൂട്ട് മത്സരം നടക്കുന്നത്. അതും അവർ കാണുവാൻ പോകുന്നു. പിന്നെയുള്ളത് ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവൽ കാണുവാൻ പോവുകയാണ്. നമുക്കിത് വേഗം തീർക്കാം, അപ്പോൾ വേഗം ഒന്ന് നോക്കാം. പിന്നെ അവർ ഫെസ്റ്റിവൽ കാണാൻ പോവുകയാണ്. എന്താ ഫെസ്റ്റിവൽ? ഉത്സവങ്ങൾ. ആ ഗ്രാമത്തിലെ ഉത്സവമാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണെന്ന് പറഞ്ഞ് പീലി കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഉത്സവങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ, ഫെസ്റ്റിവൽസൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള സെലിബ്രേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ചിട്ട് ഒരു വിവരണം തയ്യാറാക്കുക. പിന്നെയുള്ളത് രാത്രി അവർ തിരിച്ചു വരും. ഈ കാഴ്ചകളെല്ലാം കണ്ട് രാത്രിയാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ രാത്രി തിരിച്ചു വരുന്ന സമയത്ത് ഒരു പാട്ടുണ്ടാക്കുക. അതായത് എൻ്റെ ഗ്രാമം എന്ന പേരിൽ നിങ്ങളൊരു പാട്ടുണ്ടാക്കുക. അതായത് ഗ്രാമങ്ങളും നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ചൊരു പാട്ടുണ്ടാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പിന്നെയുള്ളത്, പിന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തുക. ഈ കുട്ടികൾ രാത്രിയിലാണ് തിരിച്ചു വരുന്നത്. രാത്രിയിൽ അവർ തിരിച്ചു വരുന്നു. അവർ രാത്രി ആകാശത്ത് ചന്ദ്രനെ നോക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുപോലെ രാത്രിയിൽ പുറത്തിറങ്ങി നന്നായിട്ട് രാത്രി കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ചെന്ന് നോക്കുക. രാത്രി എന്തൊക്കെ കാഴ്ചകൾ കാണാൻ കഴിയുമെന്ന് എഴുതണ്ട, അതൊന്ന് വരച്ചു വയ്ക്കുക. അങ്ങനെ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുക സ്കൂളിൽ. പിന്നെ നീനു പറയുകയാണ്, പീലി, നിൻ്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടമാണ്, എല്ലാവരും എത്ര ഹാപ്പിയാണ്.
അപ്പോൾ അപ്പു പറയുകയാണ്, എനിക്ക് ഈ കാഴ്ചകളെക്കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി. എനിക്ക് ഒന്ന് പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഈ കാഴ്ചകളെക്കുറിച്ചൊക്കെ അമ്മയോട് പറയണം. വിക്കി പറയുകയാണ്, നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. അവൻ വിചാരിച്ചിരുന്ന സിറ്റി ലൈഫ്, അവൻ്റെ ജീവിതം, അവൻ്റെ നഗരത്തിലെ ജീവിതം മാത്രമാണ് രസമാണെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവനെ കാഴ്ചകൾ, ആ ഉത്സവങ്ങളും, ആ കാളപൂട്ട് മത്സരവും, കുളങ്ങളും, ഈ പച്ചക്കറി കൃഷിയും, ഈ ചന്തയും എല്ലാം കണ്ടപ്പോൾ അവന് മാറി, അവൻ്റെ ധാരണ മാറി. അവൻ്റെ ആ മൈൻഡ് തന്നെ ചേഞ്ച് ആയിപ്പോയി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ അവന് മാറി. ഇനി അടുത്തതായിട്ട് ചമേലി പറയുകയാണ്, എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി ചേർക്കാനായിട്ട് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രാമം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഈ ബോക്സിൽ എഴുതുക. എന്തൊക്കെ ഇഷ്ടപ്പെട്ടു കാണും അല്ലേ? ഇതിനകത്ത് ഒത്തിരി എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഉത്സവങ്ങളും, ആ ഉത്സവം കാണാൻ പോയതും, കാളകൂട്ട് മത്സരം കാണാൻ പോയതും, കുളത്തിൽ നീന്താൻ പോയതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കും. പിന്നെ നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടുത്തെ ആ സ്ഥലത്തെക്കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ നമ്മുടെ ധാരണ ശരിയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ധാരണ അവിടെ ചെല്ലുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ ഇതുപോലെ ചില അനുഭവങ്ങൾ, അതുപോലെ ഇപ്പോൾ ഈ കൂട്ടുകാർ എല്ലാം പീലിയുടെ ഗ്രാമത്തിൽ ചെന്നിട്ട് ഇവർക്ക് എന്തൊക്കെ കിട്ടി? പല മുൻധാരണകൾ ഇവരുടെ പോയില്ലേ? വിക്കിയുടെ മുൻധാരണ എല്ലാം പോയി. കാരണം വിക്കി വിചാരിച്ചിരുന്ന വിക്കിക്ക് മാത്രം വിക്കിയുടെ നഗരജീവിതമാണ് രസം എന്ന് വിചാരിച്ചിരുന്നത്. അതൊക്കെ മാറിക്കിട്ടി. പിന്നെ പുതിയ അനുഭവങ്ങളും പുതിയ അറിവുകളെല്ലാം ഇവർ 4 പേർക്കും കിട്ടി അല്ലേ? ഇവർ എന്താ പറയുന്നത്? വിക്കി പറയുകയാണ്, നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷമുണ്ടാകുക എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറി. അപ്പോൾ സച്ച് എ തോട്ട് ഹാസ് ചേഞ്ച്. അവൻ്റെ ആ ചിന്തയെല്ലാം മാറി. പിന്നെ അപ്പു പറയുകയാണ്, വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഈസ് ഹാപ്പിനെസ് എവരിവെയർ. അപ്പം എനിക്ക് മനസ്സിലായി എല്ലായിടത്തും സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ആര് പറയുകയാണ്? അപ്പു പറയുകയാണ്. പിന്നെയോ ചമേലി പറയുകയാണ്, എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ വന്ന കുട്ടിയായിട്ടാണ് കണ്ടിരുന്നത്. എനിക്ക് ഇവർ മാറ്റി നിർത്തുമ്പോൾ എന്ന ഭയം ഉണ്ടായിരുന്നു, അതും മാറിക്കിട്ടി. അവൾക്കൊരു ഒരു പേടി ഉണ്ടായിരുന്നു. അവളൊരു അതിഥി തൊഴിലാളിയുടെ മകളാണ്, അതുകൊണ്ട് അവളെ മാറ്റി നിർത്തുമ്പോൾ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ പീലിയുടെ ഗ്രാമത്തിൽ ആരും അവളെ മാറ്റി നിർത്തിയില്ല. അപ്പോൾ പിന്നെ നീനു പറയുകയാണ്, എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല. കാരണം അവൾ നടക്കാൻ കഴിയാത്തൊരു കുട്ടിയാണ് അവൾ അല്ലേ? വീൽചെയർ സഞ്ചരിക്കുന്ന കുട്ടി ഒരുപാടൊന്നും സ്വപ്നം കണ്ട് കാണില്ല. ഈ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ, ഈ കാഴ്ചകളും സന്തോഷങ്ങളുമൊക്കെ അനുഭവിക്കാൻ കഴിയുമെന്ന് അവൾ വിചാരിച്ച് കാണില്ല. പക്ഷെ അവൾക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഈ പാഠം അങ്ങനെ തീർന്നു. ഇതിൽ ഒന്നാമത്തെ പാഠം സിമ്പിളാണ്. ഒരു യാത്രാക്കുറിപ്പ് പോലെയാണ് ഈ പാഠം, ചെറിയൊരു കഥ പോലെയും. തുടർ പ്രവർത്തനം കൊടുത്തിരിക്കുന്നത് ഗ്രാമ നഗര പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കുക. അതായത് വില്ലേജസിൻ്റെയും സിറ്റീസിൻ്റെയും ടൗൺസിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ പിക്ചേഴ്സൊക്കെ എടുത്ത് വെച്ച് കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം തയ്യാറാക്കുക. പിന്നെ നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ പ്രദേശത്തെ സാമൂഹിക സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഒരു വീഡിയോ ഡോക്യുമെൻ്ററി തയ്യാറാക്കുക. അതൊക്കെ ടീച്ചറിൻ്റെ സഹായത്തോടെ ചെയ്യുക. പിന്നെ എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള ഉല്ലാസങ്ങളുണ്ടാവാം അല്ലേ? ഒരു പള്ളിപ്പെരുന്നാൾ, അമ്പലത്തിലെ ഉത്സവം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും, അതൊക്കെ എന്തൊക്കെയാണെന്ന് ഒരു സെമിനാർ സംഘടിപ്പിക്കുക. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ച്, പിന്നെ ഭക്ഷണ രീതികൾ, കൃഷി, മാർക്കറ്റ്, കളികൾ, കളിസ്ഥലങ്ങൾ, ആഘോഷങ്ങൾ, പിന്നെ രാത്രികാല കാഴ്ചകൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1ാമത്തെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അടുത്ത ഭാഗത്ത് നമുക്ക് 2ാമത്തെ ചാപ്റ്റർ എടുക്കാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.